പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വചനദീപ്തിയുടെ എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകമായിട്ട് ഈശോയുടെ കൃപയും സമാധാനവും നേരുന്നു. പ്രിയപ്പെട്ടവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 25-ാം തിരുവചനം, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷണവും പാനീയവും ആശീർവദിക്കും, നിങ്ങളുടെ ഇടയിൽ നിന്നും രോഗം നിർമ്മാർജ്ജനം ചെയ്യും, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിൽ ഉണ്ടാവുകയില്ല, നിനക്ക് ഞാൻ ദീർഘായുസ് തരും, നീ ചെന്നെത്തും മുമ്പേ നിനക്ക് ഏറ്റുമുട്ടേണ്ടി വരുന്ന ജനങ്ങൾ എന്നെ ഭയപ്പെടുന്നതിന് ഞാൻ ഇടയാക്കും, അവരിൽ സംഭ്രമം ജനിപ്പിക്കും, നിന്റെ ശത്രുക്കൾ പിന്തിരിഞ്ഞോടും. കർത്താവിൻ്റെ വചനം. പ്രിയമുള്ളവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ പലപ്പോഴും നമുക്ക് ഹൃദയസ്ഥമാണ്, നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്കറിയാം. എന്നാൽ ഇന്ന് നാം ഒന്ന് വ്യത്യസ്തമായ രീതിയിൽ നമ്മൾ അതിനെ ഒന്ന് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതിന് പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്ക് ലഭിക്കണം. ആരാധിച്ചാൽ നമുക്ക് പല പല ബോണസ് കർത്താവ് പറയുന്നതായിട്ടാണ് ഒറ്റ നോട്ടത്തിൽ നമ്മളിത് വായിക്കുമ്പോൾ മനസ്സിലാകുക, അല്ലേ? ആദ്യമേ നമ്മളിത് വായിക്കുമ്പോൾ ആരാധിച്ച സൗഖ്യം കിട്ടും, ആരാധിച്ച വിടുതലുണ്ട്, നമ്മൾ പാടാറുണ്ട്, അല്ലേ? ആരാധിച്ചാൽ വിടുതൽ, ആരാധിക്കുമ്പോൾ വിടുതൽ എന്നൊക്കെ നമ്മൾ പാടി ആവേശത്തോടെയൊക്കെ പാടും. അതുകൊണ്ട് നമ്മൾ ആരാധിക്കുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ലക്ഷ്യം എന്താ? ആരാധനയുടെ ലക്ഷ്യം ബോണസാണ്, അല്ലേ? ജോലി കഴിഞ്ഞ് വരുന്ന അപ്പനെ നോക്കി മക്കൾ ഇങ്ങനെ കാത്തിരിക്കാറുണ്ട്. എന്താണ്? വരുമ്പോൾ അപ്പൻ്റെ കയ്യിൽ പലഹാരപ്പൊതി ഉണ്ടാകും. അങ്ങനെ കുഞ്ഞുങ്ങൾ കാത്തിരിക്കാറുണ്ട്. അതുപോലെയാണ് നമ്മളും ആരാധിക്കുന്നത്. നമ്മൾ കാത്തിരിക്കുന്നത് അപ്പൻ്റെ പലഹാരപ്പൊതിക്കാണ്, അപ്പന് വേണ്ടിയിട്ടല്ല. ചിലപ്പോഴൊക്കെ നമ്മൾ അബദ്ധവശാൽ ദൈവാരാധനയിലും ഈ ഒരു രീതി നമ്മൾ പിന്തുടരുന്നുണ്ട്. നമ്മൾ ആരാധിക്കാൻ പോകുന്നതിൻ്റെ ലക്ഷ്യം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ ഒന്ന് വിടുതൽ പ്രാപിച്ച് നല്ല ആനന്ദവും നല്ല സൗകര്യത്തിൽ ജീവിക്കണം എന്നൊക്കെ ഉള്ളതാണ്. എന്നാൽ ഇവിടെ കർത്താവ് പറയാൻ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. ആരാധിക്കണം. എന്താണ് യഥാർത്ഥ ആരാധന? ഈശോ ഇതാ സമരിയാക്കാരി സ്ത്രീയോട് പറയാണ്, ആ മലയിലുമല്ല ഈ മലയിലുമല്ല. മലകളിലൊന്നും കയറിയുള്ള ആരാധനയല്ല കൊച്ചെ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ. ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണം. അങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. അങ്ങനെയുള്ളവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. പിതാവ് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ പിതാവായ ദൈവം തന്നെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരെ ദൈവം അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നീ അന്വേഷിച്ചു പോകണ്ട. നീ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കാൻ തുടങ്ങുമ്പോൾ ദൈവം നിന്നെ അന്വേഷിച്ചിറങ്ങും. പലപ്പോഴും നമ്മുടെ ആരാധന ആത്മാവിലും സത്യത്തിലുമല്ല, ജഡത്തിലും അസത്യങ്ങളിലുമാണ്. നമ്മുടെ ആരാധന വിഷയങ്ങൾ പലതും ജഡത്തിലാണ്. ആത്മാവിൽ ആരംഭിച്ച് പൗലോസ്ലിയ പറയുന്ന പോലെ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ഒരു ആത്മീയതയാണ് ഈ കാലഘട്ടത്തിൽ. കുറ്റമായിട്ട് പറയുകയല്ല, പക്ഷെ പറയാതിരിക്കാൻ നിർവാഹമില്ല, പറയേണ്ടതാണല്ലോ, ആരെങ്കിലുമൊക്കെ പറയണ്ടേ. ആത്മാവിൽ ആരംഭിച്ച് ജഡത്തിൽ അവസാനിപ്പിക്കുന്ന ആരാധനയൊക്കെ മാറി, ആരാധനയുടെ സ്റ്റൈലൊക്കെ മാറി. പാട്ടുണ്ട്, ഘോഷമുണ്ട്, നല്ല രീതിയിൽ നല്ല നല്ല ഗായക സംഘം, നല്ല ഒഴുക്കിലൊക്കെ ആരാധന നടക്കുമ്പോഴും ഈ ആരാധനയുടെ പിന്നിലെ ലക്ഷ്യം, ആരാധന നയിക്കുന്നവർക്കും ആരാധനയിൽ പങ്കെടുക്കുന്നവരുടെയൊക്കെ ലക്ഷ്യം സംശയിക്കപ്പെടുകയാണ്. കാരണം ദൈവരാജ്യം വളരുന്നില്ല, ദൈവരാജ്യം സംജാതമാകുന്നില്ല. രോഗങ്ങളൊക്കെ മാറുന്നുണ്ട്, അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട്, IELTS ഒക്കെ പാസ്സാകുന്നുണ്ട്. എന്നിട്ടോ UK-യിലും അമേരിക്കയിലും യൂറോപ്പിലൊക്കെ കടന്നു പോയിട്ട് ഭൂരിഭാഗവും ഈ അഭിഷേകത്തെ വ്യാപിപ്പിക്കുന്നുണ്ടോ എന്നുള്ള സംശയം. കർത്താവിൻ്റെ അടുക്കിലേക്ക് വന്ന സമരിയാക്കാരി സ്ത്രീ വെള്ളം കോരാൻ കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് അവൾ പട്ടണത്തിലേക്ക് പോയി ക്രിസ്തുവിനെ പകർന്നു കൊടുത്തു. അവൾക്ക് ലഭിച്ച ജീവജലത്തിൻ്റെ ഒരു പങ്ക് അവർക്ക് കൊടുത്തു.
അവരും അത് ആസ്വദിച്ച് അനുഭവിച്ചിട്ട് അവരും വന്ന് അവനെ സ്വീകരിച്ചു. ആ പട്ടണം മുഴുവനും, സമരിയാക്കാർ മുഴുവൻ, വിരുദ്ധമായിട്ട് നിന്നവരെല്ലാം, വിശ്വാസ സമൂഹത്തിന് ക്രിസ്തുവിന് വിരുദ്ധമായി നിന്നവരൊക്കെ ക്രിസ്തുവിന് അനുകൂലമാകുന്നത് നമ്മൾ കണ്ടു. കുടം അവിടെ വെച്ചിട്ട് പോയി എന്ന് സുവിശേഷകൻ പറയും. കുടം അവിടെ അവൾ വെച്ചിട്ട് പോയി. ഇനി എനിക്ക് വെള്ളം കോരാൻ വരേണ്ടതില്ലല്ലോ, ആ ജീവൻ്റെ ജലം എനിക്ക് തരിക എന്നവൾ പറഞ്ഞു. ആ ജീവൻ്റെ ജലം അവൾക്ക് ലഭിച്ചു. അവൾ ആ കുടം അവിടെ വെച്ചു, പറഞ്ഞ വാക്കവൾ പാലിച്ചു. ഇനി ഞാൻ ഈ കിണറ്റിലേക്ക്, യാക്കോബാണ്, കാര്യമൊക്കെ ശരിയാ, പിതാവാണ്, അങ്ങേ അറ്റം ഞങ്ങൾക്ക് തന്ന കിണറാണെന്നൊക്കെ അവൾ ചങ്കൂറ്റത്തോടെ പറയുന്നുണ്ട്, നല്ല ഊറ്റത്തോടെ അവൾ പറയുന്നുണ്ട്. എന്നിട്ട് അവൾ ആ കിണറും കുടവുമൊക്കെ ഉപേക്ഷിക്കുന്നത് നമ്മൾ കാണുന്നത്. കിണറും കുടവുമൊക്കെ ഉപേക്ഷിച്ച് കിണറിൻ്റെയും കുടത്തിൻ്റെയും ഒക്കെ അധിനാഥനായ ഉറവയായ, ജീവൻ്റെ ഉറവയായ യേശു ക്രിസ്തുവിനെ അവൾ സ്വീകരിച്ചിട്ട് അവസാനിപ്പിക്കുകയല്ല, പകരുകയാണ്. കുടമില്ലാതെ പകരുന്നു. അവളുടെ പക്കൽ കുടമൊന്നുമില്ല, അവളും കുടമില്ലാതെ പകരുകയാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ എത്രത്തോളം പകരുന്നുണ്ട്? പ്രിയപ്പെട്ടവരെ, ആത്മാവിലും സത്യത്തിലും നമ്മൾ ആരാധിക്കണം. നമ്മുടെയൊക്കെ സത്യാവസ്ഥ എന്താ? നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോ? സത്യമായിട്ടാണ് നമ്മൾ ആരാധിക്കുന്നത്? നമുക്കൊക്കെ കുറേ അസത്യങ്ങൾ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ജ്വലിക്കുന്നുണ്ട്, നമ്മുടെ ഉള്ളിൽ പെരുകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുമ്പോഴും ദേവാലയത്തിൽ പോകുമ്പോഴും ആരാധനയെ പങ്കെടുക്കുമ്പോഴൊക്കെ ക്ഷമിക്കാത്ത ചില മുറികൾ, തുറക്കാത്ത ചില അറകൾ നമ്മുടെ ഹൃദയത്തിലില്ലേ? ഒന്ന് പരിശോധിച്ച് നോക്കണം. ചിലരെയൊക്കെ ബന്ധിച്ചും പൂട്ടിയും പിണ്ടം വെച്ചുമൊക്കെ നമ്മൾ പുറത്താക്കിയും ഒക്കെ നമ്മൾ ഒരു ആരാധന ശൈലി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് ദേവാലയങ്ങളിൽ ആരാധന ബലി അർപ്പിക്കുമ്പോൾ പോലും ബലിയുടെ പേരിൽ നമുക്കൊക്കെ പല വിരുദ്ധ ആശയങ്ങളുടെ പേരിൽ നമ്മളൊക്കെ വെറുപ്പോടെ, വൈരാഗ്യത്തോടെ, വാശിയോടെ ബലി അർപ്പിക്കുക. ഈശോ പറയുക, അങ്ങനെയുള്ളവരെ അല്ല പിതാവ് അന്വേഷിക്കുന്നത്, ആത്മാവിലും സത്യത്തിലുമാണ്. ഇന്ന് പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ തുടർന്ന് വായിക്കുമ്പോൾ പറയാം, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ആശീർവദിക്കും. എന്താണ് ഈ ആശീർവാദത്തിൻ്റെ ബലമെന്നറിയാവോ? നമ്മുടെ ഭക്ഷണ പാനീയങ്ങൾ ദൈവം ആശീർവദിക്കണം. നമ്മൾ കഴിക്കുന്ന, നമ്മളെന്നും സ്വീകരിക്കുന്നതെല്ലാം ദൈവം ആശീർവദിച്ചതാണോ? ദൈവം അനുവദിച്ചതാണോ? ദൈവത്തിന് ആശീർവദിക്കാൻ പറ്റിയതാണോ? നിന്റെ വസ്ത്രം, നിന്റെ ഭക്ഷണം, നിന്റെ പാനീയം, നിന്റെ വാക്കുകൾ, നിന്റെ പ്രവൃത്തികൾ ദൈവത്തിന് ആശീർവദിക്കാനായിട്ട് നിനക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ കൊണ്ടുചെല്ലാൻ പറ്റുമോ? നമ്മുടെയൊക്കെ ഭക്ഷണത്തിലൊക്കെ എന്തൊക്കെ സ്വാർത്ഥതയാണ്! ഇന്ന് എന്തൊക്കെ തരം പല ഭക്ഷണങ്ങളിലും ഇന്ന് കൂടുതലായിട്ടുള്ള കറപ്റ്റഡാണ്, അഡൾട്രേറ്റഡാണ്. പല ഭക്ഷണ വസ്തുക്കളും ഇന്ന് മായം കലർന്നതാണ്. ദൈവം പറയുക, ഞാൻ നിൻ്റെ ഭക്ഷണപാനീയങ്ങൾ ആശീർവദിക്കും. അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരി വിളിച്ചിട്ട് വേദനയോട് പറഞ്ഞു, ആരോ കൈവശം തന്ന എൻ്റെ മകന് കൈവശം കൊടുത്തതാ, അവന് ഒരു വലിയ ട്രാജഡിയിൽ ചെന്ന് പെട്ടു, അത് കൈവശമാണ്. ഞാൻ അമ്മച്ചിയോട് ചോദിച്ചു, അമ്മച്ചി, അവൻ്റെ ഭക്ഷണപാനീയങ്ങൾ ദൈവം ആശീർവദിച്ചില്ല എങ്കിൽ അതിൻ്റെ കാരണക്കാരൻ ആരാ? ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ വെക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? ആശീർവദിക്കപ്പെടാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? അന്യായമായ സമ്പത്തിലൂടെ സമ്പാദിച്ച ഭക്ഷണപാനീയങ്ങൾ ദൈവത്തിന് ആശീർവദിക്കാൻ പറ്റുമോ? പ്രിയപ്പെട്ടവരെ, സ്വന്തം സഹോദരൻ്റെ സ്വത്തോ മറ്റുമൊക്കെ തട്ടിയെടുത്ത് അവൻ അർഹതപ്പെട്ടത് കൊടുക്കാതെ സമ്പാദിച്ചു കൂട്ടിയത് ദൈവത്തിന് ആശീർവദിക്കാൻ പറ്റുമോ? കൈക്കൂലി വഴിയായിട്ടുണ്ടാക്കിയ പണം, ആ പണം ഉപയോഗിച്ച് നീ വാങ്ങിച്ച കെട്ടിടം, നീ വാങ്ങിച്ച് പടുത്തുയർത്തിയ ജീവിതം, നിനക്ക് മക്കൾക്ക് വേണ്ടി വിളമ്പുന്ന ഭക്ഷണം, അവരുടെ ഭാവി ജീവിതം കർത്താവിന് ആശീർവദിക്കാൻ പറ്റുമോ? പലപ്പോഴും നമ്മൾ ചിന്തിക്കാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ്. ദൈവം ഭക്ഷണവും പാനീയവും ആശീർവദിക്കണമെങ്കിൽ ഇതൊക്കെ അവന് നീതിയുക്തമായ വിധത്തിൽ, ദൈവത്തിന് യോജിച്ച വിധത്തിൽ, ആത്മാവിലും സത്യത്തിലുമുള്ളതായി മാറണ്ടേ. വീണ്ടും പറയുകയാണ്, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ആരാധിക്കുന്നവനോട് ദൈവം പറയുക, നിന്നിൽ നിന്ന് രോഗം ഞാൻ നിർമ്മാർജ്ജനം ചെയ്യും. ഇന്ന് ഏറ്റവും അധികം ശാരീരിക രോഗങ്ങളെക്കാളും മാനസിക രോഗങ്ങളാണ് മനുഷ്യർക്ക്. ഇന്ന് സൈക്കോളജിസ്റ്റുമാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക, സൈക്കാട്രിക് ക്ലിനിക്കുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക.
സമ്മർദ്ദങ്ങളാണ്. എത്രയോ കുഞ്ഞുങ്ങളാണ് വളരെ വലിയ ചെറിയ പരീക്ഷയിൽ സ്കൂളുകളിൽ പോലും സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോവുക. ഒരുപക്ഷെ നിങ്ങൾ കേട്ട് കാണും, ഓട്ടിസ്റ്റിക് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ ഏറെ ജനിക്കുന്നു. കാരണം എന്താണ് അന്വേഷിച്ചു പോയാൽ മാതാപിതാക്കളുടെ മാനസിക സമ്മർദ്ദമാണ് അതിൻ്റെ ഒരു കാരണം. സമയമില്ല, വിശ്രമിക്കാൻ സമയമില്ല, വിശ്രമമില്ലാത്ത ജീവിതം, സമ്മർദ്ദങ്ങളേറുന്ന ജോലി. വളരെയധികം പ്രാർത്ഥനാ വിഷയങ്ങൾ ലഭിക്കുന്ന ഒരു കാര്യമാണ് സമ്മർദ്ദമേറുന്ന ജോലി, വളരെ മാനസിക സമ്മർദ്ദം. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വാഹനമുണ്ട്, കമ്പ്യൂട്ടറുണ്ട്, എല്ലാവിധത്തിലുള്ള സൗകര്യങ്ങൾ, സുഖസൗകര്യങ്ങൾ ഏറും തോറും മാനസികമായ സമ്മർദ്ദങ്ങളും ഏറിക്കൊണ്ടിരിക്കുക. എന്താ കാരണം? കർത്താവ് രോഗം നിർമ്മാർജ്ജനം ചെയ്യുവാൻ നീ ദൈവത്തെ ആരാധിക്കുന്നില്ല. മാനസികമായ രോഗങ്ങൾക്ക് നമ്മൾ അടിമപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, ഇവക്കെല്ലാം എതിരായി, ഇവയെല്ലാം നിഷ്കാസനം ചെയ്യാനായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമായി, കുടുംബമായി, വ്യക്തിയായി നീ മാറുമ്പോൾ ഈ പറഞ്ഞ പീഡകളെല്ലാം നിന്ന് മാറി നിൽക്കും. വീണ്ടും പറയാണ്, ഗർഭചിത്രമോ വന്ധ്യതയോ നാട്ടിലുണ്ടായിരിക്കുകയില്ല. ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയുള്ള സമൂഹത്തിൽ, ഒരു വ്യക്തിയുള്ള കുടുംബത്തിൽ, ആ കൂട്ടായ്മയിൽ അവിടെ വചനം പറയുകയാണ്, നിനക്ക് മാത്രമല്ല, ഇതാ ആ നാട്ടിലുണ്ടായിരിക്കില്ല. ദൈവത്തെ ആരാധിക്കാൻ ഒരു സമൂഹം ഒരുങ്ങിക്കഴിയുമ്പോൾ, ഒരു വ്യക്തി തന്നെ തീരുമാനമെടുത്തു കഴിയുമ്പോൾ, ദൈവം ആ ജനത്തെ, ആ ദേശത്തെ ആശീർവദിക്കും. എന്താണ് ഈ ഗർഭചിത്രം? എന്താണ് ഈ വന്ധ്യത? പ്രിയപ്പെട്ടവരെ, ജീവൻ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ. യോഹന്നാൻ്റെ 10:10 കർത്താവ് പറയുകയാണ്, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം, മനുഷ്യപുത്രൻ വന്നിരിക്കുന്ന ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനാണ്. എന്നാൽ കള്ളം വരുന്നത് കൊല്ലുവാനും നശിപ്പിക്കാനും മോഷ്ടിക്കുവാനും അത്രേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയാണ്. ദൈവത്തെ ആരാധിക്കുന്നിടത്ത് സമൃദ്ധി ഉണ്ടാകും, അവിടെ ജീവൻ്റെ സമൃദ്ധി ഉണ്ടാകും. അവിടെ നിർബന്ധിതമായോ അല്ലാതെയുള്ള ഗർഭചിത്രമോ വന്ധ്യതയോ ഉണ്ടാകുകയില്ല. അവിടെ ജീവൻ പൊലിക്കും, ജീവൻ്റെ ഉറവിടമായിട്ട് കാര്യങ്ങൾ മാറും. പലപ്പോഴും പല കുടുംബങ്ങളിലും ദൈവാരാധന നഷ്ടപ്പെട്ട്, പല വ്യക്തികളിലും ദൈവാരാധന നഷ്ടപ്പെട്ട്, യാഥാർത്ഥത്തിലുള്ള ആത്മാവിലും സത്യത്തിലുമുള്ള ദൈവാരാധന നഷ്ടപ്പെട്ട് നമ്മൾ ജീവിക്കുക. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് വർദ്ധിച്ചു വരുന്ന ഈ തിന്മകളെല്ലാം. ദൈവാരാധന ഭൂമുഖത്തു നിന്ന് അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പകരം സാത്താനെ ആരാധിക്കുന്ന സമൂഹങ്ങൾ ഉയർന്നു വരുന്നു. ചിന്തനീയമാണ്, നമ്മൾക്കൊന്ന് ധ്യാനിക്കാം. സാത്താനെ ആരാധിക്കുന്ന സമൂഹങ്ങൾ. അടുത്ത കാലഘട്ടത്തിൽ ഒരു അമ്മ ഒരു മകനെ ഇവിടെ അടുത്തുനിന്ന് കൊണ്ടുവന്നു. വന്നപ്പോൾ അവൻ്റെ കൗൺസിലിംഗ് കൊടുത്തവർ എന്നോട് പങ്കുവെക്കുകയായിരുന്നു, അവൻ ഒരു പിശാചിനെ ആരാധിക്കുന്ന ഗ്രൂപ്പിൽ ചെന്നുപെട്ടു. ഈ കുഞ്ഞിൻ്റെ പ്രായം കേട്ടപ്പോഴാണ് ഞങ്ങൾ ഞെട്ടിപ്പോയത്. 14 വയസ്സേ ഉള്ളൂ. 14 വയസ്സുള്ള ഈ കുഞ്ഞ് പിശാചിനെ ആരാധിക്കുന്നവരുടെ ഗ്രൂപ്പിലാണ്. അവരൊരു വാട്സപ്പ് ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി, അതിൻ്റെ അകത്ത് ഒരു പേരൊക്കെ, ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് അവൻ അതിൻ്റെ അകത്ത് കയറി, അവൻ വീടിന് പുറത്തിറങ്ങത്തില്ല, വീടിനകത്തിരിക്കുകയാണ്. വെളിച്ചം ഇഷ്ടമല്ല ഈ കുഞ്ഞിന്. ഞാൻ ഈ മാതാപിതാക്കളോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങൾ 24 മണിക്കൂറും പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരിക്കണം. അതെങ്ങനെ ഇരിക്കും? ആദ്യത്തെ 12 മണിക്കൂർ അമ്മ ഇരിക്കുക, 12 മണിക്കൂർ അപ്പനിരിക്കുക. അങ്ങനെ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ജോലിയുണ്ട്, ഞങ്ങൾക്കത് മാറ്റിയിട്ട് വരാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, കുഞ്ഞിന് വേണോ ജോലി വേണോ? ഒരാഴ്ച ലീവ് എടുത്തിട്ട് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ഏകദേശം അവർ 3-4 ദിവസം ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഈ മകൻ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പള്ളിയിൽ പോകണം, എനിക്ക് കുമ്പസാരിക്കണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് അമ്മയെ കാണണം. അമ്മ പള്ളിയിലിരിക്കുകയായിരുന്നു. ഉടനെ ചെന്ന് അവനെ വിളിച്ച് കൂട്ടിക്കൊണ്ടുപോയി. പല ഡോക്ടേഴ്സും കൗൺസിലേഴ്സും എല്ലാം അവനെ കൗൺസിൽ ചെയ്തു. അവനൊരു മാറ്റം ഉണ്ടായിരുന്നില്ല. എന്നാൽ ദൈവാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഈ മാതാപിതാക്കൾ തീരുമാനമെടുത്തപ്പോൾ മാറ്റമുണ്ടായി. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സഹോദരൻ എന്നോട് പറയുമായിരുന്നു, കുടുംബ പ്രാർത്ഥനയില്ല, വ്യക്തിപരമായ പ്രാർത്ഥനയില്ല, ഞങ്ങളെപ്പോഴും മദ്യപാനവും പുകവലിയും അങ്ങനെയുള്ള കാര്യത്തിലാണ്, എനിക്ക് പ്രാർത്ഥിക്കാൻ അറിയത്തുമില്ല. അടുത്ത ദിവസങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന് ഒരു പ്രാർത്ഥന കൂട്ടായ്മ പരിചയപ്പെടുത്തി കൊടുത്തു. 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന സൂം മീറ്റിങ്ങിൽ 24 മണിക്കൂറും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടായ്മ.
ഞാൻ പറഞ്ഞു, ഈ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ അതിൽ കയറി ചുമ്മാതെ ഒന്ന് പ്രാർത്ഥിക്കുക, ഒന്ന് ചുമ്മാതെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. ഇപ്പോൾ ഏകദേശം 101 ദിവസമായി, ഇന്നത്തേക്ക് 101 ദിവസമായി ആ മകൻ ആ പ്രാർത്ഥനയെ സജീവമായിട്ട് പ്രാർത്ഥിക്കുക. അത് കുടുംബ പ്രാർത്ഥന ഇല്ലാതിരുന്ന മനുഷ്യൻ, വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാതിരുന്ന മനുഷ്യൻ, മദ്യപാനത്തിനും പുകവലിക്ക് അടിമയായിരുന്ന മനുഷ്യൻ പ്രാർത്ഥിക്കാനായിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹത്തോട് ചേർന്നപ്പോൾ മാറ്റം വന്നു. എങ്ങനെയാണ് സംഭവിച്ചേ? ആരും തലേ കൈവച്ച് പ്രാർത്ഥിച്ചില്ല, ദൈവവചനം കേൾക്കാൻ പോയില്ല, ധ്യാനം കൂടാൻ പോയില്ല. പോകുന്നതൊക്കെ തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ കൃപയുടെ ഉറവയിലേക്ക് വന്നപ്പോൾ, ആ ദൈവാരാധനയിലേക്ക് ചേർന്നപ്പോൾ അഭിഷേകം പൊട്ടിപ്പുറപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ ഈ വചനം പറയുന്ന ബോണസ് നോക്കിയിട്ട് വരരുത്. അങ്ങനെയുള്ളവരോട് ഈശോ പറയും, നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പം കഴിച്ച് തൃപ്തരായതുകൊണ്ടാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൽ കുറച്ച് പേര് വന്ന് ഈശോ, ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു. അങ്ങനെ ദൈവത്തെ അന്വേഷിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. ഞങ്ങൾ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചു, കർത്താവേ നീ എവിടെയായിരുന്നു, വി മിസ് യു ലോഡ് എന്ന് പറഞ്ഞു. ഈശോ പറഞ്ഞു, എന്താ പറഞ്ഞേ? നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണ് എന്നെ അന്വേഷിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും അപ്പത്തിൻ്റെ പുറകെയാണ്. ക്രിസ്ത്യാനികൾ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പത്തിന് വേണ്ടി അപ്പം ക്രിസ്ത്യാനിയായവർ, അല്ലാതെ നമ്മൾ തൽക്കാലം ക്രിസ്ത്യാനികളായവർ, അല്ലാതെ നമ്മൾ പെർമനൻ്റ് അല്ല. ക്രിസ്തുവിന് വേണ്ടി, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. യെശയ്യാ പ്രവചനം പറയുകയാണ്, ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവർ, എന്നെ ആരാധിക്കാൻ ഞാൻ സൃഷ്ടിച്ച് രൂപം കൊടുത്തവരെ കൊണ്ടുവരിക എന്നാണ് കർത്താവ് പറയുക. പ്രിയപ്പെട്ടവരെ, നാം കർത്താവിനെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനുഷ്യ സൃഷ്ടിയുടെ ലക്ഷ്യം ദൈവാരാധനയാണ്. ഹല്ലേലൂയ. ഇനി മനുഷ്യ സൃഷ്ടിയുടെ മാത്രം ലക്ഷ്യമല്ല, ദൈവം സൃഷ്ടിച്ച സകലതും ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി സൃഷ്ടിച്ചതാണ്. അപ്പോൾ നമുക്കൊരു തെറ്റിദ്ധാരണ, ദൈവത്തിന് ഇങ്ങനെ ഇടക്ക് സ്തുതിയും ഹല്ലേലൂയയും കേട്ടുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ദൈവം സൃഷ്ടിച്ചതാണ് നമ്മളെ എന്നാണ് നമ്മൾ മാനുഷികമായി നമ്മൾ ചിന്തിക്കും. മാലാഖമാരെപ്പോഴും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. പ്രിയപ്പെട്ടവരെ, യഥാർത്ഥത്തിൽ അങ്ങനെ ദൈവത്തിന് നമ്മുടെ സ്തുതിപ്പ് കേൾക്കാൻ വേണ്ടിയിട്ടല്ല, നമ്മുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ്. ദൈവത്തെ സൃഷ്ടിച്ച് ആരാധിക്കുന്നവനെ ദൈവം സ്നേഹിക്കുമ്പോൾ അവനറിയാതെ, അത് ഞാനും എൻ്റെ ഭാര്യയും അല്ലെ എൻ്റെ മക്കളും ഒക്കെ ഇരിക്കുമ്പോൾ നമ്മൾ പരസ്പര സ്നേഹത്തോടെ പറയുക, എന്തല്ല മക്കളാ, അല്ലെങ്കിൽ എന്തല്ല ഭാര്യയാ, നല്ല പാചകമാണ്, നീ ഇന്നുണ്ടാക്കിയത് നല്ലതാ, നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് മനുഷ്യ, നിങ്ങൾ ഒരുപാട് ഭാരപ്പെടുന്നുണ്ട്, നിങ്ങൾ അല്പം ഒന്ന് വിശ്രമിക്കുക എന്ന് സ്നേഹത്തോടെ സംഭാഷിക്കുക. ദൈവത്തെ ആരാധിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തെ മഹത്വപ്പെടുത്തി സ്തുതിച്ച് ദൈവത്തിൻ്റെ നന്മകളെ നമുക്ക് വർണ്ണിക്കാതിരിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ആത്മാവ് ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ വർണ്ണിക്കാനും സ്തുതിക്കാനും ദൈവത്തിൻ്റെ നന്മകൾ പറയാനും. അത് പറഞ്ഞു പോകും. ചിലപ്പോഴെങ്കിലും നമ്മൾക്കൊരു നന്മയോ ഉപകാരമോ ചെയ്തൊരു മനുഷ്യനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ എന്താ പറയുക? പൊതുവേ നമ്മൾ പറയോ, ശല്യം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. നമ്മുടെ മുഖമൊക്കെ അങ്ങ് വിടരും. നമ്മൾ നല്ല സന്തോഷത്തോടെ പുഞ്ചിരിയോടെ, എപ്പോൾ വന്നു, എവിടെയായിരുന്നു, എന്താ, ചായ എടുക്കട്ടെ, കാപ്പി എടുക്കട്ടെ, ഊണ് കഴിച്ചിട്ട് പോയാൽ മതി, പോകല്ലേ, ഇപ്പോൾ പോകല്ലേ. ഇതാണ് ദൈവാരാധനയുടെ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ലക്ഷണം. പ്രിയപ്പെട്ടവരെ, നാം ദൈവത്തെ ആരാധിക്കാനായിട്ട് നമുക്ക് മനസ്സ് വരുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം എന്താണെന്നറിയാവോ? നമ്മൾ ദൈവത്തെ അനുഭവിക്കുന്നില്ല. ദൈവത്തെ അനുഭവിക്കാൻ നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ആരാധനയുടെ വിമുഖത. ദൈവത്തെ അറിയാനും ദർശിക്കാനും നമുക്ക് സാധിക്കണം. സമരിയക്കാരി സ്ത്രീ കർത്താവിനോട് പറയുന്നുണ്ട്, ഗുരു, എനിക്കറിയില്ലല്ലോ, ഞാൻ അവനെ അറിയുന്നില്ലെന്ന് പറയും. അപ്പോൾ ഈശോ പറയാ, നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. പ്രിയപ്പെട്ടവരെ, എനിക്ക് വലിയ ഇഷ്ടമുള്ളൊരു കാര്യം ആ ഡയലോഗ്. അവൻ പറയും, ഞാൻ അവനെ അറിയുന്നില്ലല്ലോ, ആരാ, എന്താ? ഈശോയോട് പറയുക. ഈശോ പറയും, നിന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അന്വേഷിക്കണം, നമ്മൾ ഈശോയോട് ചോദിക്കണം, ഈശോയെ ഒന്ന് വെളിപ്പെടണം. അങ്ങനെയുള്ള വെളിപാടുകളിലാണ് പ്രിയപ്പെട്ടവരെ ഇതൊക്കെ പുറകോട്ട് തള്ളി. അനേകം ശുശ്രൂഷകരെ എനിക്കറിയാം, ആത്മായ പ്രേക്ഷിതരെ എനിക്കറിയാം. ഈ നമ്മുടെ ചുറ്റുമുള്ള അനേകം വൈദികർ, കന്യാസ്ത്രീകളൊക്കെ അവർ കർത്താവിനെ അനുഭവിച്ചറിഞ്ഞതുകൊണ്ട്, ആ തീക്ഷ്ണത കൊണ്ടാണ് ഈ ശുശ്രൂഷക്കായിട്ട് ഇറങ്ങിയത്. അല്ലാത്തവരൊക്കെ വീട് പോകും, അല്ലാത്തവരൊക്കെ മറഞ്ഞു പോകും, അല്ലാത്തവരൊക്കെ വയലിലെ പുല്ലുപോലെ മാഞ്ഞു പോകും. കർത്താവിനെ അറിയണം, ആ അനുഭവമാണ് ആരാധനയായി മാറുന്നത്. അല്ലാതെ നമ്മൾ ആരെങ്കിലൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ, അവരാരാധിക്കുന്ന ഒരു പാട്ട് പാടുന്നു, ആ പാട്ടിനോടൊപ്പം നമ്മൾ ചേരുന്നു, പാടുന്നു, സ്തുതിക്കുന്നു,
നമുക്കൊരു വ്യക്തിപരമായ അനുഭവം, ഒരു 1-to-1 എക്സ്പീരിയൻസ്, കർത്താവിനെ മുഖാഭിമുഖം കണ്ട് അവനെ സ്നേഹിതൻ എന്ന പോലെ, മോശയെപ്പോലെ സംസാരിക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് നമ്മൾ വളരണം. അത് മോശയ്ക്ക് മാത്രമല്ല, അത് യെശയ്യായ്ക്ക് മാത്രമല്ല, അത് പ്രവാചകർക്ക് വേണ്ടി റിസർവ് ചെയ്തതല്ല, അത് ദൈവമക്കൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എല്ലാ ദൈവമക്കൾക്കും അതിന് അവകാശമുണ്ട്. അത് ചോദിച്ചു വാങ്ങണം. എനിക്കും അങ്ങനെ ഒരു അനുഭവം വേണമെന്ന് നമ്മൾ ശാഠ്യം പിടിക്കണം. യാക്കോബിനെ പോലെ പറയണം, എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല. യാക്കോബിൻ്റെ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. യാക്കോബ് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കൗശലക്കാരൻ എന്നൊക്കെയാണ്. നല്ലൊരു വാക്കല്ല യാക്കോബ് എന്നുള്ളത്. അതുകൊണ്ട് ദൈവം അവന് പേര് തന്നെ മാറ്റിക്കൊടുത്തു, ഇസ്രായേൽ, ദൈവത്തിൻ്റെ ജനം, ദൈവജനം എന്ന അർത്ഥം വരുന്ന ഇസ്രായേൽ എന്നവന് വിളിച്ചു. യാക്കോബ് അമ്മയുടെ ഉദരത്തിൽ കിടന്ന് അവൻ ചേട്ടൻ്റെ കാല് പിടിച്ചു, കുതികാല് പിടിച്ചു എന്നാണ് പറയുന്നത്. അവന് ആദ്യം ജനിക്കണം. എന്തായിരുന്നു യാക്കോബിൻ്റെ ലക്ഷ്യം? യാക്കോബിൻ്റെ ആഗ്രഹം കടിഞ്ഞൂലാകുക, ഉള്ളവനാകുക. അതുകൊണ്ടാണ് ജനിച്ചു കഴിഞ്ഞിട്ടും ജനിക്കാൻ നേരം അവൻ ചേട്ടൻ്റെ കാല് പിടിച്ചു ആദ്യം ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ നോക്കി, പറ്റിയില്ല. എന്നാൽ കടിഞ്ഞൂൽ പുത്ര അവകാശം കിട്ടിയത് ഏസാവിനാണ്. ഏസാവാകട്ടെ ദൈവം ദാനമായി കൊടുത്ത കടിഞ്ഞൂൽ പുത്ര അവകാശം, അതായത് നമ്മൾ ക്രിസ്ത്യാനികൾ ഏസാവിനെ പോലെയാണ്. ദൈവം നമുക്ക് ജന്മനാ കിട്ടിയതാ അല്ലേ? നമ്മളധികം ക്രിസ്ത്യാനികൾക്ക് ജന്മനാ കിട്ടിയ വിശ്വാസം, അവകാശം, അത് നമുക്ക് വിലയില്ല. നമ്മളത് കൈമോശം വരുത്തുക, ചെറുവയർ പായസത്തിന് വേണ്ടി കൊതി കൊണ്ട് ലോകത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കൈമാറ്റം ചെയ്യാം. ഇന്ന് അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ യാക്കോബാകട്ടെ അവന് കിട്ടാതിരുന്ന കടിഞ്ഞൂൽ പുത്ര അവകാശം. കടിഞ്ഞൂൽ പുത്ര അവകാശം എന്ന് പറഞ്ഞാൽ കർത്താവിനുള്ളവൻ. കടിഞ്ഞൂൽ പൊട്ടന്മാരൊക്കെ കർത്താവിനുള്ളതാണ്. അവൻ ആ അവകാശത്തിന് വേണ്ടിയിട്ടാണ് മല്ല് പിടിച്ചത്. ആ മൽപ്പിടുത്ത അമ്മയുടെ ഉദരത്തൊട്ട് ദൈവമായിട്ട് വരെ അവൻ നടത്തി. ദൈവമായിട്ട് വരെ മൽപ്പിടുത്തം നടത്തി. അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴും പിന്നെ അവൻ്റെ ജീവിതം മുഴുവനും ദൈവത്തിനുള്ളവനാകണം, ദൈവത്തിൻ്റെതാകണം, ഒന്നാമനാകണം. ഒന്നാമനാകണമെന്ന് പറഞ്ഞാൽ ഭൗതികമായ തരത്തിലുള്ള ഒന്നാമനല്ല, ആദ്യം ജനിക്കണം. ആദ്യം ജനിക്കുന്നവൻ ക്രിസ്തുവിനുള്ളവനാ, ദൈവത്തിനുള്ളവനാ. അപ്പോൾ ആ ആഗ്രഹത്തിൽ അവൻ ചേട്ടൻ്റെ കാല് പിടിച്ചു, നടന്നില്ല. പിന്നീട് അവനത് തെറ്റായ മാർഗത്തിലൂടെ കൈവരിച്ചു. എന്നിട്ടും ദൈവം അവൻ്റെ ആഗ്രഹത്തെ മാനിച്ചു. ദൈവം മാനിച്ചു. സഹനങ്ങളിലൂടെ അവനെ വിശുദ്ധീകരിച്ചു. 20 വർഷം സഹനങ്ങളെടുത്ത് വിശുദ്ധീകരിച്ച് അവൻ ആ സ്ഥാനം കൊടുത്തു. അതുകൊണ്ടാണ് അബ്രാഹത്തിൻ്റെയും ഇസാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്നറിയപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, എൻ്റെയും നിങ്ങളുടെയും പേര് ചേർത്ത് വെച്ച് അവൻ്റെ ദൈവം, മോളിയുടെ ദൈവം, ചാക്കോച്ചൻ്റെ ദൈവം എന്ന് പറയാനായിട്ട് നമ്മൾ ഇടവരുത്തണം. അങ്ങനെ ജീവിക്കാനുള്ള അഭിഷേകമാണ് നമ്മൾ പ്രാപിക്കേണ്ടത്. യാക്കോബ് അങ്ങനെ മല്ല് പിടിച്ച് അവകാശം നേടിയെടുത്ത് ഒരു ജനതയെ തന്നെ, 12 മക്കൾ, അതിലൂടെ ദൈവം വലിയൊരു അഭിഷേകത്തിൻ്റെ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അഭിലാഷങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ, ബെഥേൽ എന്ന് പറയുന്ന ദൈവാരാധന ആലയം ഉണ്ടാക്കിയത് തന്നെ യാക്കോബാണ് ആദ്യമായിട്ട് ദൈവത്തിനൊരാലയം, ഒരു കല്ലെടുത്ത് വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് അഭിഷേകം ചെയ്തിട്ട് ഈ ദൈവത്തെ ഞാൻ കണ്ടു, ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് പറഞ്ഞ് അതിന് പേരിട്ടു, ബെഥേൽ എന്ന് വിളിച്ചു. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഇതിനൊന്നും പ്രാധാന്യമില്ല. നമ്മുടെയൊക്കെ പ്രാധാന്യം എന്താ? അടുത്ത ദിവസം എൻ്റെ ഒരു സ്നേഹിതൻ പറഞ്ഞു, പള്ളിയിൽ ഒരു കല്ലറ വാങ്ങണം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇത്ര ധൃതിപ്പെട്ട്? അല്ലേ, ഇനിയും അങ്ങോട്ട് പോയാൽ പൈസ കൂടും, അതുകൊണ്ട് പെട്ടെന്ന് കല്ലറ വാങ്ങിയാൽ അത്രയും നന്നായി. നമ്മുടെയൊക്കെ ലക്ഷ്യം ഒരു കല്ലറയിൽ ഒതുങ്ങാനുള്ളതാണ്. നമ്മുടെയൊക്കെ ആഗ്രഹങ്ങൾ ഇങ്ങനെ ഒതുങ്ങിക്കൂടി ഇല്ലാണ്ടായി പോകാനാണ്. സ്വസ്ഥമായിട്ട് ജീവിച്ച് എന്തെങ്കിലുമൊക്കെ ആയി അങ്ങനെ ജീവിച്ച് കഴിയണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, അതിനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത് ദൈവത്തെ ആരാധിക്കാനാണ്. ദൈവത്തെ ആരാധിച്ച് അഭിഷേകം പ്രാപിച്ച് ഒരു വലിയ ജനതയുടെ രക്ഷയുടെ മൂലക്കല്ലായി തീരുവാൻ ദൈവം എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം, പ്രാർത്ഥിക്കാം, പരസ്പരം പ്രാർത്ഥനയിൽ ഐക്യപ്പെടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ.